വിഷുക്കണി പൂർണ്ണമാവണമെങ്കിൽ കണിക്കൊന്ന കൂടിയല്ലേ തീരൂ. കണിക്കൊന്നയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഒരിക്കൽ ഗുരുവായൂരിൽ ഒരു സാധു ബ്രാഹ്മണ ബാലനുണ്ടായിരുന്നു. ആ കുട്ടിക്ക് കളിക്കൂട്ടുകാരില്ലായിരുന്നു. അങ്ങനെ സാക്ഷാൽ ഭഗവാൻ തന്നെ വേഷം മാറി വന്ന് ആ കുട്ടിയുടെ കൂടെ കളിക്കാൻ തുടങ്ങി. ഒരു ദിവസം കളിക്കൂട്ടുകാരനെ സന്തോഷിപ്പിക്കാനായി തന്റെ അരമണി സമ്മാനമായി നൽകി. അടുത്ത ദിവസം പൂജയ്ക്കെത്തിയ മേൽശാന്തി കണ്ടതോ അരമണിയില്ലാത്ത ഭഗവാന്റെ രൂപം. നാടെല്ലാം തെരച്ചിലായി. ഒടുവിൽ ഈ അരമണി കണ്ടെത്തിയത് ആ പാവം ബ്രാഹ്മണന്റെ വീട്ടിൽ. അവൻ ആണയിട്ട് പറഞ്ഞു, ഇതെന്റെ സുഹൃത്ത് എനിക്ക് നൽകിയതാണ്. കുറ്റപ്പെടുത്തലുകൾ അസഹ്യമായപ്പോൾ ഇതെനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി ആ അരമണി ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് ചെന്ന് വീണതോ കൊന്നമരത്തിൽ. ആ ദിവസം വരെ പൂക്കാത്ത കൊന്നമരം നിറയെ സ്വർണ്ണ നിറത്തിലുള്ള പൂക്കളായി എന്നാണ് ഐതിഹ്യം. ഈ ഐതിഹ്യത്തിന്റെ നൃത്താവിഷ്കാരമാണ് അടുത്തത്.